വിശദമായ വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ ജെൻസെറ്റ് പരാമർശത്തിൽ വിമർശനവുമായി ബിജെപി. രാഹുൽ ഗാന്ധി കലാപമുണ്ടാക്കാൻ നീക്കമെന്നാണ് വിമർശനം. രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ജൻസികളും ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് രാഹുൽ എക്സിൽ കുറിച്ചതാണ് വിവാദമായത്. സജു തോമസ് ചേരുന്നുണ്ട്. സജു, രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ആദ്യത്തെ വെളിപ്പെടുത്തലിൽ തന്നെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിക്കും തിരിച്ചടിയുണ്ടായി എന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. പിന്നീട് ഇന്നലത്തെ എക്സിലെ കുറിപ്പോടെ നേപ്പാളിൽ സംഭവിച്ചതുപോലൊന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഭവിക്കുമോ എന്നതുൾപ്പെടെയുള്ള ഭയപ്പാടിലേക്ക് കൂടി ബിജെപി കടന്നു എന്നാണോ ഈ വിമർശനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, പ്രധാനമായിട്ടും ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ ബിജെപി ആസ്ഥാനത്ത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന അനുരാഗ് സിംഗ് താക്കൂർ വാർത്താ സമ്മേളനം വിളിച്ചു. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ബംഗ്ലാദേശിലെയും അതോടൊപ്പം തന്നെ നേപ്പാളിലെയും സ്ഥിതി ഇന്ത്യയിൽ വരാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത്. രാജ്യത്തിന്റെ അസ്ഥിരാവസ്ഥയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമെന്ന പ്രധാനപ്പെട്ട വിമർശനം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിജെപിയുടെ പല വക്താക്കളും എക്സ് ഹാൻഡിലുകളടക്കം രാഹുൽ ഗാന്ധിയുടെ ജൻസി പരാമർശത്തിനെതിരെയുള്ള എക്സ്പോസ്റ്റ് വലിയ വിവാദങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ അസ്ഥിരത ആഗ്രഹിക്കുന്നു, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമം നടത്തുന്നു എന്നുള്ള വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ എക്സ് ഹാൻഡിലിൽ രാഹുൽ ഗാന്ധി രാജ്യത്തെ ജൻസികളും യുവാക്കളും വിദ്യാർത്ഥികളെയും തനിക്ക് വിശ്വാസമാണ്, അവർക്കൊപ്പമാണ് താനെന്നും അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനും വോട്ട് കൊള്ളയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അവർ തങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രസ്താവന രാഹുൽ ഗാന്ധി പങ്കുവച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിജെപി വലിയ ആയുധമാക്കി എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെയും അതോടൊപ്പം തന്നെ നേപ്പാളിലെയും സ്ഥിതി ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയാണോ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള നീക്കങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അതോടൊപ്പം തന്നെ ബിജെപി നേതാക്കൾക്കെതിരെയും കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആ ആരോപണങ്ങളിൽ കൃത്യമായി മറുപടി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ബിജെപി ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ അനുരാഗ് സിംഗ് താക്കൂറും ആവർത്തിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കൂടിയാണ്. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ. കർണാടകയിൽ അതിന്റെ അന്വേഷണം നടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇതുവരെ വ്യക്തതയുള്ള ഇല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാനോ ഒരു വിശദീകരണത്തിലേക്ക് പോകാനോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപിച്ച പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിലെ ഇല്ലെങ്കിൽ 2 മണ്ഡലങ്ങളിലെ കാര്യത്തിൽ പോലും വ്യക്തത വരുത്താൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോഴല്ലേ അത്തരത്തിലൊരു ലോക്കിലേക്ക് മാറിയിരിക്കുന്നോ കാര്യങ്ങൾ എന്നുള്ള സംശയം കൂടി വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച്. അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും ധന്യ. എന്തായാലും രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി ഇപ്പോൾ ബിജെപി നേതാക്കളാണ് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉയർത്തിയ ആരോപണങ്ങളിൽ കൃത്യമായി മറുപടി പറയാൻ അവർക്ക് സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബിജെപി ചില പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്നതെന്ന് വിലയിരുത്തേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തിയാണ് ഈ 2 ആരോപണങ്ങളും വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ഉന്നയിച്ചത്. 6000-ൽ പരം വോട്ടുകൾ കോൺഗ്രസിന് വെട്ടിമാറ്റാൻ ശ്രമിച്ചെന്നുള്ള കൃത്യമായിട്ട് തെളിവുകൾ നിരത്തി ആ വ്യക്തികളെ തന്നെ അദ്ദേഹം ഇന്നലെ വേദിയിൽ എത്തിച്ചുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം കമ്മീഷന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെറിയൊരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഉണ്ട്. പക്ഷേ അപ്പോഴും കമ്മീഷൻ സമ്മതിക്കുന്നുണ്ട് 2023-ൽ ഈ ആരോപണങ്ങളുടെ പിന്നാലെ ഒരു അന്വേഷണം അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ സമ്മതിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആരോപണം 2023-ൽ വന്നതാണ്. അതൊരു ആരോപണമായി മാത്രമാണ് കമ്മീഷൻ കാണുന്നത്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ നടത്തുന്നില്ല, ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയൊരു ഹൈഡ്രജൻ ബോംബ് തന്റെ പക്കലുണ്ട്. അത് ഉടൻ തന്നെ താൻ പുറത്തുവിടുന്ന രാഹുൽ ഗാന്ധി ഒരു ഭീഷണി സന്ദേശം മുഴക്കിയിട്ടുണ്ട്. അതെന്തായാലും പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിനെതിരായിട്ടുള്ള ചില വാർത്തകളാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബിജെപി നേതൃത്വം ആ ഒരു അമ്പരപ്പിലാണ് ഇപ്പോൾ. എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെയും സാമൂഹ്യ മാധ്യമങ്ങളോടും യുവാക്കളുടെ ഇടയിലും വലിയ പ്രചാരം നേടിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജൻസി പരാമർശം വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ആരോപണ മുനയിലേക്ക് രാഹുൽ ഗാന്ധി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ വലിയ രീതിയിൽ ജനപിന്തുണ നേടുന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളിലും ഇന്ത്യയിലെ യുവാക്കളൊപ്പമുണ്ടെന്നുള്ള പിന്തുണ
രാഹുൽ ഗാന്ധിക്ക് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ലഭിച്ച പശ്ചാത്തലത്തിലാണ് അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു മറുവാദമായിട്ടാണ് ഇപ്പോൾ BJP എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ജൻസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്തിന് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കമെന്ന കടുത്ത ആരോപണമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്ന. അത്തരത്തിലുള്ള ആരോപണം ഉയർത്തുമ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ യാതൊരു മറുപടിയുമില്ലാതെ നിസ്സഹായരായി നിൽക്കുകയാണ്. അതിൽ എന്താണ് അവർക്ക് പറയാനുള്ളതാണ് രാജ്യം കാതോർക്കുന്നത്. പക്ഷേ അതിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെയും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഇന്നലെ നമ്മൾ കണ്ടു ഹൈഡ്രജൻ ബോംബാണ് എന്ന് പറഞ്ഞിരുന്നായിരുന്നു നമ്മൾ കാത്തിരുന്നത്. പക്ഷെ അത് ഹൈഡ്രജൻ ബോംബല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് അദ്ദേഹത്തിന്റെ ആക്രമണം, ഇല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചതെങ്കിൽ പോലും കൊണ്ടത് BJPക്ക് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ. അത് എത്രത്തോളം BJPയെ ബാധിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് പരിശോധിക്കേണ്ടത്. BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള ഒരു പേര്, പ്രത്യേകിച്ച് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പേര് എത്രത്തോളം ദോഷം ചെയ്യും എന്നാണ് BJP കരുതുന്നത്. ധന്യ, എന്തായാലും ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ബീഹാറിലെ വോട്ടെടുപ്പിൽ BJP വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 243 അംഗ ബീഹാർ നിയമസഭയിൽ 40 സീറ്റുകളാണ് നെക്ക് ടു നെക്കായിട്ടുള്ള മത്സരം നടക്കുന്നത്. അതിൽ BJP എന്തായാലും പിന്നോട്ട് പോകുമെന്നുള്ള ചില സാമൂഹ്യ മാധ്യമ സർവേകൾ അടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളുടെ മുനയൊടിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു തന്ത്രവുമായിട്ട് BJP ഇപ്പോൾ മുൻപോട്ട് നീങ്ങുന്നത്. ബീഹാറിലെ വോട്ടെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ 2026 വരാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ, ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് ഏറെ പ്രസക്തമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തായാലും വോട്ടുകൊള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൃത്യമായിട്ടൊരു മറുപടി നൽകാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസമായി നിലനിൽക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അത് എന്തായാലും ഇന്ത്യയിലെ യുവാക്കളും യുവജനതയും ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി രാഹുൽ ഗാന്ധിക്ക് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ലഭിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് BJP വലിയ പ്രതിസന്ധിയിലായത്. എന്തായാലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളോട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ തെളിവുകൾ നമുക്കറിയാം. മുൻപും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിരോധത്തിലാകുന്ന സന്ദർഭങ്ങളിൽ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു, അന്വേഷണം വരുന്നു, അറസ്റ്റ് വരിക്കുന്നു. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമാനമായിട്ടുള്ള ചില ആരോപണങ്ങളും പ്രത്യാക്രമണങ്ങളും BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ധന്യ. ശരി സജു, അടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണെങ്കിലും അടികൊണ്ടതും വേദനിച്ചതും BJPക്ക് എന്ന തരത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സിലെ കുറിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാദം.